എല്ലാവർക്കും വൈസ് അക്കാഡമിയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പ്രോബബിലിറ്റിയിലെയും സ്റ്റാറ്റിസ്റ്റിക്സിലെയും കുറിച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഇഫ് ദി പ്രോബബിലിറ്റി ഓഫ് ഹിറ്റിംഗ് എ ടാർഗറ്റ് ഈസ് 5/7, then what is the probability of missing the target? ഓപ്ഷൻ എ 2/7, ഓപ്ഷൻ ബി 1/7, ഓപ്ഷൻ സി 4/7 ആൻഡ് ഓപ്ഷൻ ഡി 1/2. ഇപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ ഇഫ് ദി പ്രോബബിലിറ്റി ഓഫ് ഹിറ്റിംഗ് എ ടാർഗറ്റ് എന്ന് പറയുന്നത് 5/7 ആണ് തന്നിട്ടുണ്ട്. അപ്പം തന്നിരിക്കുന്നത് പ്രോബബിലിറ്റി ഓഫ് ടാർഗറ്റ് എന്ന് പറയുന്നത് നമുക്ക് ടി എന്നെടുക്കാം. പ്രോബബിലിറ്റി ഓഫ് ടി എന്ന് പറയുന്നത് ടാർഗറ്റ് എന്ന് പറയുന്നത് 5/7 ആണ്. ദെൻ വാട്ട് ഈസ് ദി പ്രോബബിലിറ്റി ഓഫ് മിസ്സിംഗ് ദി ടാർഗറ്റ് എന്ന് പറയുമ്പോൾ നമുക്കിവിടെ കാണേണ്ടത് പി ഓഫ് ടി കോംപ്ലിമെൻ്റ് ആണ് കാണേണ്ടത്, മിസ്സിംഗ് ദി ടാർഗറ്റ്. ദെൻ പി ഓഫ് ടി കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത് എന്താണ്? പി ഓഫ് എ കോംപ്ലിമെൻ്റ് ഈക്വൽ ടു പി ഓഫ് 1 മൈനസ് പി ഓഫ് എ ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പം പി ഓഫ് ടി കോംപ്ലിമെൻ്റ് ഈക്വൽ ടു 1 മൈനസ് പി ഓഫ് ടി. ഇവിടെ പ്രോബബിലിറ്റി ഓഫ് ടി എന്ന് പറയുന്നത് 5/7 ആണല്ലോ. അപ്പം 1 മൈനസ് 5/7 കാണണം, ഈക്വൽ ടു 7 മൈനസ് 5 ഡിവൈഡഡ് ബൈ 7 ഈക്വൽ ടു 2/7. പ്രോബബിലിറ്റി ഓഫ് മിസ്സിംഗ് ദി ടാർഗറ്റ് എന്ന് പറയുന്നത് 2/7 എന്ന് കിട്ടും. ഇവിടെ ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ. The next question, from a pack of 52 playing cards, 2 cards are drawn at random. What is the probability that both are A's? Option A 1/26, option B 1/221, option C 4C2 divided by 52C1, option D 1/52. അപ്പോൾ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫ്രം എ പാക്ക് ഓഫ് 52 പ്ലേയിങ് കാർഡ്സ്, 52 പ്ലേയിങ് കാർഡ്സിനകത്ത് നിന്ന് 2 കാർഡ്സ് ആർ ഡ്രോൺ അറ്റ് റാൻഡം. വാട്ട് ഈസ് ദി പ്രോബിലിറ്റി ഓഫ് ബോത്ത് ആർ ഏസ്? 2 പ്രാവശ്യം ചെയ്യുമ്പോഴും നമുക്ക് ഏസ് വരാനുള്ള സാധ്യതയാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ഏസ് കാർഡ് എത്ര എണ്ണം ഉണ്ട്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കാർഡിനെ കുറിച്ച് പറഞ്ഞില്ലായിരുന്നോ? അതിനകത്ത് ഏസ് കാർഡ് എന്ന് പറയുന്നത് ഓരോന്നിനകത്തും 4 എണ്ണത്തിനകത്തുനിന്ന് ഓരോന്നിനകത്തും ഓരോന്ന് വീതം ഉണ്ടല്ലേ. അപ്പോൾ 4 അല്ലേ ഏസ് കാർഡ് എന്ന് പറയുന്നത്? 52 പ്ലേയിങ് കാർഡ്സിനകത്ത് മൊത്തം 4 ഏസ് കാർഡാണ് ഉള്ളത്. എത്ര പ്രാവശ്യമാണ് കാർഡ് എടുക്കുന്നത്? 2 പ്രാവശ്യം. അപ്പോൾ 4C2 കാണണം, 4C2. ടോട്ടൽ എത്ര ഉണ്ട്? ടോട്ടൽ എന്ന് പറയുന്നത് 52 അല്ലേ. 52നകത്ത് 2 പ്രാവശ്യം, 52C2. അപ്പം നമുക്ക് കാണേണ്ടത് 4C2 ഡിവൈഡഡ് ബൈ 52C2 ആണ് കാണേണ്ടത്. 4C2 ഡിവൈഡഡ് ബൈ 52C2. 4C2 എന്ന് പറയുമ്പം കോമ്പിനേഷൻ പഠിച്ചിട്ടുണ്ടല്ലോ നമ്മൾ. 4C2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 4 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു 4 മൈനസ് എന്ന് വെച്ചാൽ NCR ഈക്വൽ ടു N ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ R ഫാക്ടോറിയൽ ഇൻറ്റു N മൈനസ് R ഫാക്ടോറിയൽ. NCR എന്ന് പറയുന്നത് N ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ R ഫാക്ടോറിയൽ ഇൻറ്റു N മൈനസ് R ഫാക്ടോറിയൽ ആണ്. ഇവിടെ 4C2 എന്ന് പറയുമ്പോൾ 4 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു 4 മൈനസ് 2 ഫാക്ടോറിയൽ എന്തെന്ന് വരും? 2 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 52C2. അപ്പോൾ 52 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു 52 മൈനസ് 2 50 ഫാക്ടോറിയൽ ഈക്വൽ ടു 4 ഫാക്ടോറിയൽ. ഈ 4 ഫാക്ടോറിയൽ നമുക്ക് 4 ഇൻറ്റു 3 ഇൻറ്റു 2 ഫാക്ടോറിയൽ എന്ന് എഴുതാം. ഡിവൈഡഡ് ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ ഇൻറ്റു ഇതങ്ങ് മുകളിൽ പോകും 2 ഫാക്ടോറിയൽ ഇൻറ്റു 50 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 52 ഫാക്ടോറിയൽ എന്നാണ്. ഈ 52 ഫാക്ടോറിയലിന് നമുക്ക് 52 ഇൻറ്റു 51 ഇൻറ്റു 50 ഫാക്ടോറിയൽ എന്ന് എഴുതാം. എന്തിനാണ് ഇങ്ങനെ എഴുതുന്നത്? നമുക്ക് ക്യാൻസൽ ചെയ്തും പോയി നമുക്ക് ആൻസർ പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ 50 ഫാക്ടോറിയലും 50 ഫാക്ടോറിയലും ക്യാൻസലായി പോവും. 2 ഫാക്ടോറിയലും 2 ഫാക്ടോറിയലും ക്യാൻസലാവും. 2 ഫാക്ടോറിയലും 2 ഫാക്ടോറിയലും ക്യാൻസലാവും. പിന്നെ നമുക്കുള്ളത് 4 ഇൻറ്റു 3 ഡിവൈഡഡ് ബൈ 52 ഇൻറ്റു 51. ഇവിടെ 4ഉം 52ഉം കൂടെ ക്യാൻസലായി പോവും. എത്ര തവണയാണ്? 1 3 13 കിട്ടും. ഇവിടെ 3ഉം 51ഉം കൂടെ 1 ഇൻറ്റു 3 3 7. അപ്പം നമുക്ക് 1/13 ഇൻറ്റു 17 എന്ന് കിട്ടും. 1/13 ഇൻറ്റു 17 എന്ന് പറയുന്നത് 221 ആണ്. ഇവിടെ ആൻസർ നമുക്ക് ഓപ്ഷൻ ബി 1/221 എന്ന് കിട്ടും.
Next question. A bag contains 100 tickets numbered 1, 2, 3, etc. 100. If a ticket is thrown from the bag, what is the probability that number on the ticket contains the digit 2? Option A 17 by 100, option B 19 by 100, option C 21 divided by 100, option D 23 divided by 100. പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ എ ബാഗ് കണ്ടെയ്ൻസ് 100 ടിക്കറ്റ് ഒരു ബാഗിനകത്തുണ്ട് 1 മുതൽ 100 വരെയുള്ളത്. ഇഫ് എ ടിക്കറ്റ് ഈസ് ട്രോൺ ഫ്രം ദി ബാഗ്, നമ്മൾ ബാഗിനകത്ത് നിന്ന് ഒരു ടിക്കറ്റ് എടുക്കുകയാണെങ്കിൽ വാട്ട് ഈസ് ദി പ്രോബിലിറ്റി ദാറ്റ് നമ്പർ ഓൺ ദി ടിക്കറ്റ് കണ്ടെയ്ൻസ് ദി ഡിജിറ്റ് 2 എന്നുള്ള ഡിജിറ്റുള്ള എത്ര ടിക്കറ്റ് നമുക്ക് എടുക്കാൻ പറ്റുമെന്നാണ് ക്വസ്റ്റ്യൻ. 1 വരെ 100-നകത്ത് നമുക്ക് 2 ഉണ്ട്. പിന്നെ ഏതുണ്ട്? 2 വരുന്ന അടുത്ത നമ്പർ എന്ന് പറയുന്നത് 12 കഴിഞ്ഞിട്ട് പിന്നെ 20, ദെൻ 20 മുതൽ 29 വരെ ഉണ്ടല്ലേ. 21, 22, 23, 24, 25, 26, 27, 28, 29, പിന്നെ 32, 42, 52, 62, 72, 82 ആൻഡ് 92. ഇത്രയാണ് 1 മുതൽ 100 വരെയുള്ള നമ്പേഴ്സിനകത്ത് നമുക്ക് 2 വരുന്ന നമ്പേഴ്സ് എന്ന് പറയുന്നത് ഇത്രയാണ്. എത്ര ഉണ്ടെന്ന് നോക്കാം. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19 എണ്ണം ഉണ്ടല്ലേ. ടോട്ടൽ എത്രയാണ്? 100. അപ്പം 19 ഡിവൈഡ് ബൈ 100 ആണ് നമ്മുടെ ആൻസർ. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ. Then fourth question. Paper slips bearing number from 50 to 99 are placed in a box. A man chooses a slip from the box at random. What is the probability that it shows a prime number? Option A 1 by 4, option B 1 by 5, option C 9 by 50 and option D 11 by 50. തന്നിരിക്കുന്നത് വെച്ചാൽ പേപ്പർ സ്ലിപ്സ് ബിയറിംഗ് നമ്പർ ഫ്രം 50 to 99. ഈ 50 to 99-നകത്ത് പ്രൈം നമ്പർ വരാനുള്ള സാധ്യതയാണ് ചോദിച്ചിരിക്കുന്നത്. അതിനകത്ത് നിന്ന് സ്ലിപ്പ് എടുക്കുമ്പം ഒരു പ്രൈം നമ്പർ വരാനുള്ള സാധ്യത 50 to 99 വരെ ഏതൊക്കെ പ്രൈം നമ്പർ ഉണ്ടെന്ന് നമുക്ക് നോക്കാം. പ്രൈം നമ്പർ എന്ന് വെച്ചാൽ എന്താണ്? അതിൻ്റെ മൾട്ടിപ്പിൾ എന്ന് പറയുന്നത് ആ സംഖ്യയും 1 മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. വേറെ നമ്പേഴ്സുമായിട്ടൊന്നും ഇതിന് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ 50-ക്കകത്ത് 51, 52, 53 ഒരു പ്രൈം നമ്പറാണ്. ദെൻ നെക്സ്റ്റ് 59, then 61, 67, 71, 73, 79, 83, 89, 97. ഇത്രയാണ് ഇതിനകത്ത് വരുന്ന പ്രൈം നമ്പർ. അപ്പോൾ എത്ര ഉണ്ടെന്ന് നോക്കാം. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. അപ്പോൾ ഇവിടെ പ്രൈം നമ്പർ എന്ന് വെച്ചാൽ ഇതിനിടയ്ക്ക് 10 പ്രൈം നമ്പർ ആണുള്ളത്. മൊത്തം എത്ര എണ്ണം ഉണ്ട്? 50 ഉണ്ടല്ലേ. 50 മുതൽ 99 വരെ എന്ന് പറയുമ്പോൾ ഇതിനകത്ത് 50 നമ്പർ ആണുള്ളത്. അപ്പോൾ നമ്മുടെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് ഇവിടെ 10 by 50 എന്ന് വരും. ദെൻ ആൻസർ 1 by 5. നമുക്ക് ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ. Fifth question. 2 fair dice are thrown. What is the probability that the sum of the numbers that appear on the dice is a multiple of 3? Option A 1 by 3, option B 1 by 2, option C 1 by 4, option D 1 by 6. ഫെയർ ഡൈസ് ആണല്ലേ. അപ്പോൾ ഡൈസ് ത്രോ ചെയ്യുമ്പോഴുള്ള സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത് എത്രയാണ്? നമ്പർ ഓഫ് സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത് 36 ആണല്ലേ. നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എങ്ങനെ നമുക്ക് സാമ്പിൾ സ്പേസ് വരുന്ന 1, 1, 1, 2, 1, 3, 1, 4, 1, etc. 1, 6, 2, 1, 2, 3, 2, 1, 2, 2, 2, 3 അങ്ങനെ പോകും. പിന്നെ 6, 1, 6, 2, 60 അങ്ങനെ 6, 6 വരെ നമുക്ക് 36 നമ്പേഴ്സ് ഉണ്ടായിരിക്കും സാമ്പിൾ സ്പേസിനകത്ത് ഡൈസ് ത്രോ ചെയ്യുമ്പോൾ. അപ്പം നമ്പർ ഓഫ് സാമ്പിൾ സ്പേസ് എന്ന് പറയുമ്പം ഡൈസിൻ്റെ ഇത് വരുമ്പം നമ്പർ ഓഫ് സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത് 36 ആണ്. ദെൻ അപ്പം ഇത് ഡൈസ് ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 3. അതിൻ്റെ പ്രോബിലിറ്റി എന്ന് പറയുന്നത് ത്രോ ചെയ്യുമ്പോഴുള്ള നമ്പേഴ്സ് മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ 3 വരുന്ന 3യുടെ മൾട്ടിപ്പിളായിട്ട് വരുന്ന എത്ര എണ്ണം ഉണ്ടെന്നാണ്. അപ്പോൾ ഈ നമ്പർ ഓഫ് സാമ്പിൾ സ്പേസിൻ്റെയൊക്കെ നമുക്ക് നോക്കാം. അപ്പം 1, 1 ഇതിനകത്ത് സാമ്പിൾ സ്പേസ് വരുന്നത് വെച്ചാൽ 1, 1 വരും.
1 2 വരും. 1 2 എന്ന് പറയുന്നത് എന്താണ്? 3യുടെ മൾട്ടിപ്പിൾ ആണ്. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ 3യുടെ മൾട്ടിപ്പിൾ ആയിട്ട് വരും. നെക്സ്റ്റ് 2 1 1 2 1 3 1 3 വരത്തില്ല, 1 4 വരത്തില്ല, 1 5 വരും. 1ഉം 5 കൂടെ കൂട്ടുമ്പോൾ 6 കിട്ടും. ദെൻ 1 5. നെക്സ്റ്റ് 2 1 2 4 3 3 then 3 6 then 4 2 4 5 5 1 5 4 6 3 6 3 and 6 6. ഇത്രയുമാണ് നമുക്ക് 3യുടെ മൾട്ടിപ്പിൾ ആയിട്ട് വരുന്നത്. സം ഓഫ് ദി നമ്പേഴ്സ് ദാറ്റ് അപ്പിയർ ഓൺ ദി ഡൈസ് ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 3. ഈ രണ്ട് സംഖ്യകൾ തമ്മിലുള്ള സം എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ഓഫ് 3 ആയിരിക്കണം. അപ്പം അങ്ങനെയുള്ള എത്രണ്ണം ഉണ്ട്? 1 2 3 4 5 6 7 8 9 10 11 12 ഉണ്ട്. മൊത്തം ടോട്ടൽ 36 ആണ്. അതിനകത്ത് 12 എണ്ണം മൾട്ടിപ്പിൾ ഓഫ് 3 വരും. അപ്പം നമ്മുടെ ഇവിടുത്തെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് എന്ത് കിട്ടും? പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 12 ഡിവൈഡഡ് ബൈ 36. 12 ഡിവൈഡ് ബൈ 36 എന്ന് പറയുന്നത് 1/3. ഇവിടെ ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ. ഫോർത്ത് ക്വസ്റ്റ്യൻ. സിക്സ്ത് ക്വസ്റ്റ്യൻ. എ ബോക്സ് കണ്ടെയ്ൻസ് പേപ്പർ സ്ലിപ്സ് നമ്പേർഡ് 1 to 10. 2 slips are drawn together from the box. What is the probability that the product of the numbers drawn is even? Option A 1/2, option B 3/4, option C 5/6 and option D 7/9. A box contains paper slips numbered 1 to 10 എന്നാണ് തന്നിരിക്കുന്നത്. അതിനകത്ത് പ്രോഡക്റ്റ് ഓഫ് ദി നമ്പേഴ്സ് ഡ്രോൺ ഈസ് ഈവൻ. ഇതിൻ്റെ നമ്പർ തമ്മിൽ പ്രോഡക്റ്റ് ചെയ്യുമ്പം ഈവനായിട്ട് വരണം. എന്ന് വെച്ചാൽ 1 മുതൽ 2 നമ്പേഴ്സ് പ്രോഡക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഈവൻ ഫംഗ്ഷൻ വരണമെന്നുണ്ടെങ്കിൽ, ഈവൻ നമ്പർ വരണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ അത് രണ്ട് നമ്പരും ഈവൻ ആയിരിക്കണം, അല്ലെങ്കിൽ ഒരു നമ്പർ ഓടും, ഒന്ന് ഈവനും ആയിരിക്കണം അല്ലേ. ഇപ്പം 4 × 2 രണ്ടും ഇവിടെ ഈവനാണ്, നമുക്ക് ഒരു ഈവൻ നമ്പർ തന്നെ കിട്ടും. ഇനി 3 × 2 എന്ന് പറയുന്നത് ഒന്ന് ഓടും ഒന്ന് ഈവനുമാണ്. അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഒരു ഈവൻ ഫംഗ്ഷൻ തന്നെ കിട്ടും. എന്നാൽ നമ്മൾ രണ്ട് ഓഡ് ഫംഗ്ഷന് 5 × 5 അല്ലെങ്കിൽ 5 × 3 എത്ര കിട്ടും? 15. നമുക്ക് ഓഡ് ഫംഗ്ഷനാണ് കിട്ടുന്നത്. അപ്പോൾ ഈവൻ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈവൻ വരണമെങ്കിൽ ഒന്നുകിൽ രണ്ടും ഈവൻ ആയിരിക്കണം, അല്ലെങ്കിൽ ഒന്ന് ഓടും ഒന്ന് ഈവനും ആയിരിക്കണം. ഇവിടെ നമുക്ക് കോമ്പിനേഷൻ രീതിയിലാണ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ 1 മുതൽ 10 വരെയുള്ള സംഖ്യകളിൽ 5 എണ്ണം ഈവൻ ആയിരിക്കും, 5 ഓഡ് നമ്പേഴ്സും ആയിരിക്കും. അപ്പം നമ്മളിവിടെ കോമ്പിനേഷൻ എടുക്കേണ്ടതെന്ന് വെച്ചാൽ 5C2 ഈവനായിട്ട് വരുന്നത് നമ്മൾ ഒരു പ്രാവശ്യം എടുത്ത നമ്മൾ ഈവൻ നമ്പറാണ് എടുത്ത 5C2 പ്ലസ് രണ്ടും ഈവൻ ഫംഗ്ഷൻ എടുത്തു. ദെൻ നെക്സ്റ്റ് തവണ 5C1 ഒന്ന് ഓടും എടുത്തു ഒന്ന് ഈവനും എടുത്തു. നമ്മൾ 5C1 5C2. ദെൻ ടോട്ടൽ എത്ര എണ്ണം ഉണ്ട്? ടോട്ടൽ 10 നമ്പർ അല്ലേ? 10 എത്ര പ്രാവശ്യമാണ്? 2 പ്രാവശ്യം. അപ്പം 10C2. നമ്മൾ 5C2 പ്ലസ് 5C1 ഇൻറ്റു 5C1 ഡിവൈഡഡ് ബൈ 10C2 ആണ് കാണേണ്ടത്. (5C2) പ്ലസ് 5C1 ഇൻറ്റു 5C1 ഡിവൈഡഡ് ബൈ 10C2. 5C2 എന്ന് പറയുമ്പം 5 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു 3 ഫാക്ടോറിയൽ പ്ലസ് 5C1 എന്ന് പറയുമ്പം 5 ഡിവൈഡഡ് ബൈ 1 ഇൻറ്റു 5 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 1 ഇൻറ്റു 4 ഫാക്ടോറിയൽ. ഇത് 5C1 എന്ന് പറയുന്നത് എന്താണ്? 5 തന്നെയാണ്. ഇൻറ്റു 5C1 5 ഡിവൈഡഡ് ബൈ 10C2 എന്ന് പറയുമ്പോൾ 10 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു 8 ഫാക്ടോറിയൽ. ഇവിടെ 5 ഫാക്ടോറിയലിന് നമുക്ക് 5 ഫാക്ടോറിയലിന് 5 ഇൻറ്റു 4 ഇൻറ്റു 3 ഫാക്ടോറിയൽ എന്ന് എഴുതാം. ഡിവൈഡഡ് ബൈ 2 ഫാക്ടോറിയൽ പ്ലസ് 25 ഡിവൈഡഡ് ബൈ
10 ഫാക്ടോറിയൽ നമുക്ക് 10 ഇൻറ്റു 9 ഇൻറ്റു 8 ഫാക്ടോറിയൽ എന്ന് എഴുതാം. ഡിവൈഡഡ് ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു 8 ഫാക്ടോറിയൽ. കാണാൻ വയ്യേ. എന്ന് പറയുന്നത് 5 ഫാക്ടോറിയൽ നമുക്ക് 5 ഇൻറ്റു 4 ഇൻറ്റു 3 ഫാക്ടോറിയൽ എന്ന് എഴുതാം. ഡിവൈഡഡ് ബൈ 2 ഫാക്ടോറിയലിന് നമുക്ക് 2 ഇൻറ്റു 1 എന്ന് എഴുതാം, അല്ലെങ്കിൽ 1 ഇൻറ്റു 2 എന്ന് എഴുതാം. 2 ഇൻറ്റു 3 ഫാക്ടോറിയൽ പ്ലസ് 25 ഡിവൈഡഡ് ബൈ 10 ഫാക്ടോറിയൽ നമുക്ക് 10 ഇൻറ്റു 9 ഇൻറ്റു 8 ഫാക്ടോറിയൽ എന്ന് എഴുതാം. ഡിവൈഡഡ് ബൈ 2 ഫാക്ടോറിയലിന് 2 ഇൻറ്റു 8 ഫാക്ടോറിയൽ. ഇവിടെ 3 ഫാക്ടോറിയലും 3 ഫാക്ടോറിയലും ക്യാൻസലായി പോവും. 2ഉം 4ഉം കൂടെ 2 കിട്ടും ഇവിടെ. ഈക്വൽ ടു 10 പ്ലസ് 25 ഡിവൈഡഡ് ബൈ 8 ഫാക്ടോറിയലും 8 ഫാക്ടോറിയലും ക്യാൻസലായി പോവും. ഇവിടെ 2, ഇവിടെ 5 വരും. ഡിവൈഡ് ബൈ 45 ഈക്വൽ ടു 35 ഡിവൈഡഡ് ബൈ 45 എന്ന് വരും. ഈക്വൽ ടു 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 7/9. നമുക്ക് ആൻസർ 7/9 എന്ന് കിട്ടും. ഇതുപോലുള്ള കുറേ ക്വസ്റ്റ്യൻസ് നമ്മൾ വർക്ക് ചെയ്യണം. നമുക്കിനി സ്റ്റാറ്റിസ്റ്റിക്സിനകത്ത് നിന്നുള്ള ഒരു പ്രോബ്ലം കൂടി ചെയ്യാം. Question: The arithmetic mean and standard deviation of 100 observations are 60 and 5 respectively. If each observation is multiplied by 3 and increased by 5, the new mean and standard deviation are option A 185/15, option B 185/20, option C 180/15, option D 180/20. The arithmetic mean and standard deviation of 100 observations. അപ്പോൾ ഇവിടെ നമ്പർ എന്ന് പറയുന്നത് 100 ഒബ്സർവേഷൻസ് ആണ്, എൻ എന്ന് പറയുന്നത് 100 ആണ്. അതുപോലെ തന്നെ മീൻ തന്നിട്ടുണ്ട്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ തന്നിട്ടുണ്ട്. മീൻ എന്ന് പറയുന്നത് 60, then x bar equal to 60 and standard deviation sigma equal to 5. If each observation is multiplied by 3 and increased by 5, then new mean and standard deviation ആണ് കാണേണ്ടത്. ഓരോ ഒബ്സർവേഷനും 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയും 5 കൊണ്ട് ആഡ് ചെയ്യുകയും ചെയ്യുമ്പോൾ ഉള്ള പുതിയ മീനും സ്റ്റാൻഡേർഡ് ഡീവിയേഷനുമാണ് നമുക്ക് കാണേണ്ടത്. ഇവിടെ എക്സ് ബാർ ഈക്വൽ ടു 60 എന്ന് തന്നിട്ടുണ്ട് അല്ലേ. എക്സ് ബാർ എന്ന് പറയുന്നത് എന്തായാലും നമ്മുടെ ഇക്വേഷൻ എക്സ് ബാർ ഈക്വൽ ടു 1/n സിഗ്മ n ഈക്വൽ ടു 1 to 100 xi ഈക്വൽ ടു 1/n എന്ന് പറയുന്നത് 1/100 പ്ലസ് എക്സ് ബാർ എന്ന് പറയുന്നത് 60 എന്ന് തന്നിട്ടുണ്ട് അല്ലേ. 60 ഈക്വൽ ടു 1/100 ഇൻറ്റു സിഗ്മ xi. നമുക്ക് സിഗ്മ xi എന്ന് പറയുന്നത് എത്ര എന്ന് കിട്ടും? സിഗ്മ xi ഈക്വൽ ടു 6000 എന്ന് കിട്ടും. സിഗ്മ xi എന്ന് പറയുന്നത് 6000 എന്ന് കിട്ടും. ഇത് നമ്മളിവിടെ എടുക്കുന്ന ഒബ്സർവേഷൻ എന്ന് പറയുന്നത് x1, x2, എക്സെട്ര x100 എന്നാണ് അല്ലേ. 100 നമ്പേഴ്സ്. അപ്പോൾ x1, x2, എക്സെട്ര x100 എന്ന് എടുക്കുന്നത്. നമ്മൾ ഇതിനകത്ത് ഓരോ ഒബ്സർവേഷനകത്തും നമ്മൾ 3 മൾട്ടിപ്പിൾ ചെയ്യുകയും, ഇപ്പോൾ x1നകത്ത് 3 മൾട്ടിപ്പിൾ ചെയ്യുന്നു, എന്നിട്ട് 5 ആഡ് ചെയ്യുന്നു. ദെൻ നെക്സ്റ്റും അതുപോലെ തന്നെ 3x2 പ്ലസ് 5 പ്ലസ് എക്സെട്ര പ്ലസ് 3x100 പ്ലസ് 5 ഇപ്പോഴുള്ള സ്റ്റാൻഡേർഡ് ഡീവിയേഷനും മീനുമാണ് നമുക്ക് കാണേണ്ടത്. പിന്നെ നമുക്ക് ഈ 3x1 പ്ലസ് 5 പ്ലസ് 3x2 പ്ലസ് 5 പ്ലസ് എക്സെട്ര പ്ലസ് 3x100 പ്ലസ് 5 എന്നുള്ളതിനെ അതിനകത്തെല്ലാം കോമൺ ആയിട്ട് എന്തുണ്ട്? 3 ഉണ്ടല്ലേ. 3 ഇൻറ്റു സിഗ്മ ഐ ഈക്വൽ ടു 1 to 100 xi എന്ന് എഴുതാമല്ലോ. 3 ഇൻറ്റു സിഗ്മ xi പ്ലസ് എത്ര 5 ഉണ്ട്? 105 ഉണ്ട് അല്ലേ. അപ്പോൾ 100 ഇൻറ്റു 5
ഈക്വൽ ടു 3 ഇൻറ്റു സിഗ്മ എക്സ് ഐ എന്ന് പറയുന്നത് നമുക്കിവിടെ ചെയ്ത് നമുക്ക് കിട്ടിയിട്ടുണ്ടല്ലോ 6000 ആണ് അല്ലേ. സിഗ്മ എക്സ് ഐ എന്ന് പറയുന്നത് 6000 പ്ലസ് 5 ഇൻറ്റു 100 500 ഈക്വൽ ടു 18,000 പ്ലസ് 500 നമുക്ക് ആൻസർ ഇത് കിട്ടും. ദെൻ ന്യൂ മീൻ എന്ന് ഇനി ഇതിനകത്തുള്ള മീനും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും കാണണം. മീൻ ഈക്വൽ ടു മീൻ എക്സ് ബാർ ഈക്വൽ ടു 1/n സിഗ്മ എക്സ് ഐ. ഇവിടെ സിഗ്മ എക്സ് ഐ ആണ് നമുക്ക് ഇവിടെ കിട്ടിയേക്കുന്നത്. 1/n എന്ന് പറയുന്നത് 1/100 ഇൻറ്റു ഇവിടെ നമുക്ക് സിഗ്മ എക്സ് ഐ 6000 എന്ന് നേരത്തെ ഉള്ളതിനകത്ത് നിന്ന് കിട്ടിയിരുന്നു. ന്യൂ സിഗ്മ എക്സ് ഐ ആണ് ഇവിടെ ഉള്ളത് 1/100 ഇൻറ്റു ദിസ് നമ്പർ. ദെൻ 2 സീറോസ് ക്യാൻസൽ ആയപ്പോൾ 185 എന്ന് കിട്ടും. ദെൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണണം. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത് ഇവിടെ 3 കൊണ്ടല്ലേ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അപ്പം 3 ഇൻറ്റു 5 കണ്ടാൽ മതി. 3 ഇൻറ്റു 5 സിഗ്മ എന്ന് പറയുന്നത് 15 എന്ന് വരും. നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് 185 15. ഓക്കെ, നമുക്ക് ഇനി മുതൽ നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് വർക്ക് ചെയ്യാം. ഓക്കെ, താങ്ക് യു.